നിങ്ങൾക്ക് എത്ര പേർക്ക് നിക് നെയിംസ് ഉണ്ട്? വെൽക്കം ബാക്ക്, ഇറ്റ്സ് റോബ്രിയാസ്. ഈ നിക് നെയിം എന്നൊക്കെ പറയുന്നത് ചിലരെ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, കുറേ അടുപ്പമുള്ളവരൊക്കെ സ്നേഹത്തോടെയൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് നിക് നെയിംസ്. ഉദാഹരണം ഉണ്ണി, അച്ചു, നന്ദു, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ, റോബിൻ. ഇത്രയേ ഉള്ളൂ, റോബിൻ അലോഷ്യസ്. ഇപ്പോൾ എന്നെ ഇരട്ട പേരിട്ട് വിളിക്കുന്നതല്ലാതെ നിക് നെയിം എന്നുള്ള പേര് ഞാൻ ഇതുവരെ കേട്ടില്ല. റോബി എന്നൊക്കെ വിളിക്കുന്നതായിട്ടുണ്ട്. റോബിൻ എന്ന് ഫുൾ വിളിക്കാതെ റോബി എന്ന് വിളിക്കുന്നുണ്ട്. അതൊരു ചെറിയ നെയിമാണ്, അന്ന് പക്ഷേ എല്ലാവരും വിളിക്കാറില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോഴത്തേക്ക് ഇപ്പം ഒരാളുടെ പേര് സുമേഷ് എന്ന് വിചാരിച്ചു. സുമേഷ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അവൻ നമ്മളോട് പറയാണ് എന്നെ ഉണ്ണിയെന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങോട്ട് പറയുന്നത് എനിക്കിങ്ങനെ ഒരു നെയിം ഉണ്ട്, അത് നീ എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഈ എൻ്റെ ചാനലിൻ്റെ പേര് പോലും റോബ്രിയാസ് എന്നുള്ളത് നിക് നെയിമാണ്. എൻ്റെതും എൻ്റെ ചേട്ടൻ്റെതും പിന്നെ എൻ്റെ അനിയൻ്റെയും പേരും കൂടി ചേർത്താണ് ഇട്ടേക്കുന്നത്. എൻ്റെ പേര് റോബിൻ, ചേട്ടൻ്റെ പേര് ബ്രിട്ടോ, അനിയൻ്റെ പേര് അശ്വിൻ. ഇതിൻ്റെ മൂന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ ചേർത്താണ് ഞാൻ ഈ പേരിട്ടേക്കുന്നത്. ഇപ്പോൾ ക്ലബിലുള്ള ചേട്ടന്മാരൊക്കെ എന്നെ റോബ്രിയാസ് എന്നാണ് വിളിക്കുന്നത്. റോബ്രിയാസ്, നമുക്കൊരു വീഡിയോ എടുത്തിട്ട് പോകാം, ബ്ലോഗ് എടുത്തിട്ട് പോകാം. അപ്പോൾ നിക് നെയിം വേണമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായി. എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം നിക് നെയിം വിട്ടാൽ പോലും അത് പറഞ്ഞ് പരത്താൻ വേണ്ടി ഇത്തിരി പാടാണ്. എല്ലാവരും പഴയ ഫ്രണ്ട്സൊക്കെ റോബിനെ വിളിക്കത്തുള്ളൂ. എനിക്ക് നല്ലതാണ്, റോബിൻ നല്ല പേരാണ്. എന്നാലും നിക് നെയിം വേണമെന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറ്റി നിക് നെയിം പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിക് നെയിം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.